ഞങ്ങളുടെ അവിടെ ഓണത്തിന് ടാബ്ലോയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ എന്തോ ഒരു കുടിലോ എന്തോ കാണിക്കാൻ വേണ്ടിട്ട് ഒരലും ഒലക്കയും വേണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന വീട്ടിലൊരു ഒലക്കയുണ്ട്, നമുക്ക് അവരലും ഒലക്കയൊക്കെ ഇപ്പൊ ആ വീട്ടിൽ കാണും, അവിടെ പോയി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ചേട്ടന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഇപ്പൊ കരിങ്കല്ലിന്റെ ആണല്ലോ ഒരല്, അതിങ്ങനെ അവിടെ പറമ്പിൽ മണ്ണൊക്കെ പിടിച്ച് കിടപ്പുണ്ട്, ആ ഒരല് ഞങ്ങൾ എടുത്ത് കഴുകി എടുത്തിട്ട് ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ ഒലക്ക ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് അകത്തൊക്കെ നോക്കിയിട്ട് ഒലക്ക കാണാനില്ലടാ, എന്തോ ഒരു ഒലക്ക ഉണ്ടായിരുന്ന തറവാടാണ്. ഒലക്കേ പുള്ളിയുടെ തറവാട്ടിൽ എന്തോ ഒരു ഒലക്ക രണ്ടെണ്ണമാട്ടെ, എന്നാലും ഒരു ഒലക്ക 100 ഒലക്കയുള്ള വീട് കണ്ടിട്ടുണ്ടോ? ഈ സുഭാഷ് ചന്ദ്രബോസ് അവരുടെയൊക്കെ പേര് 3 ആണല്ലോ. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഒരിക്കലും ഒരാൾ ബുക്ക് ചെയ്തു. ഞങ്ങൾ 4 പേര് പരിപാടിക്ക് പോയി. 4 ആർട്ടിസ്റ്റുകൾ, മനോജ് ഗിന്നസ്, സാജൻ പള്ളുരുത്തി, രമേഷ് പിഷാരടി, പ്രചോദ് കലാഭവൻ. ഇയാളത് പറഞ്ഞ് എട്ടാക്കി. അവിടുത്തെ അനൗൺസർ നാഗർകോവിൽ ഭാഗത്ത് പരിപാടിക്ക് 8 മണിക്ക് മിമിക്സ് പരേഡ്, രമേഷും പിഷാരടിയും സാജനും പള്ളുരുത്തിയും പ്രചോദും കലാഭവനും മനോജും ഗിന്നസും. ആൾക്കാർ എന്നിട്ട് ചോദിക്കുക ബാക്കിയുള്ള 4 പേര് എവിടെയെന്ന് ഞങ്ങളോട്. ഈ ഡിലീറ്റ് ഫോർ എവരി മാത്രമല്ല, ഈ ഓട്ടോ കറക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കിയിട്ട് മൊബൈൽ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരന് ഫോർഡ് എൻഡോവറിന്റെ വണ്ടിയിൽ കമ്പനി ജോലി കിട്ടിയപ്പോൾ വെറുതെ അറിയാൻ വേണ്ടി വേണ്ടിയിട്ടൊന്നുമില്ല, വേറൊരു കൂട്ടുകാരൻ അവനൊരു മെസ്സേജ് അയച്ചു, ക്യാൻ യു പ്ലീസ് സേ വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പ്രൈസ് ഫോർ ഫോർഡ് എൻഡോവർ എന്ന് പറഞ്ഞ് ഇവനൊരു മെസ്സേജ് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചൊരു മറുപടി വിട്ടു, അക്കോർഡിംഗ് ടു ദ ബ്രാൻഡ് മിനിമം ഓഫ് 50 ആൻഡ് മാക്സിമം ഓഫ് 150 എന്ന് പറഞ്ഞ് തിരിച്ച് മറുപടി വിട്ടു. ഇവൻ തിരിച്ചു വിളിച്ചു, എന്താടാ ഞാൻ ചോദിക്കുന്നത്, അക്കോർഡിംഗ് ടു ബ്രാൻഡ് മിനിമം ഓഫ് 50 ആൻഡ് മാക്സിമം ഓഫ് 150 എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചത് ഇതാണ്, ഇങ്ങനെയാണെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവൻ ചോദിച്ചു, നീ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പ്രൈസ് ഫോർ ഫോർഡ് എൻഡോവർ എന്നാണ് ചോദിച്ചത്. അതാണ് ചോദിച്ചത്, ഇവിടെ കിട്ടിയത് 4 അണ്ടർവെയർ എന്നാണ്. അതാണ് പുള്ളി പറഞ്ഞത്, 50 രൂപയ്ക്കും കിട്ടും 150 രൂപയ്ക്കും കിട്ടും എന്ന് പറഞ്ഞത്. തൃപ്പൂണിത്തുറ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഉത്സവം നടക്കുമ്പോൾ ഒരു ചേച്ചി വാഴയിലും പിടിച്ചോണ്ടിരുന്നപ്പോൾ വേറൊരു ചേച്ചി വന്ന് ഇങ്ങനെ നെറ്റി തൊട്ട് നോക്കിയപ്പോ ഇവര് മുളക് ബജ്ജി മേടിച്ചോണ്ട് വരുമോ, വാഴയില അതിന്റെ ചട്നിയാണ്, നല്ല ചന്ദന തൊട്ട് മുളക് ബജ്ജിയുടെ ചട്നി അരിച്ചിട്ട് തൊട്ടിട്ട് പറഞ്ഞ ആ വഴി അങ്ങോട്ട് പോയി. ഒരുത്തിനുമായിട്ട് ഞാനൊരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ എൻ്റെ ഫോണിൽ നിന്ന് ഒരു സിനിമാ നടിയുടെ നമ്പർ എടുത്തിട്ട് ആ നടിയെ വിളിച്ചു. അപ്പം അത് ചെയ്തത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ അവനുമായിട്ടൊരു ചെറിയ പിണക്കം ഭാവിച്ചു. അവനെ അങ്ങനെ ഇച്ചിരി ഒന്ന് അകത്തി നിർത്താൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങളോളം ഇവന് ഞാൻ വിളിക്കുമ്പോൾ എങ്ങനെ, ഇവൻ എന്നെ വിളിക്കുമ്പോൾ തന്നെ ഹലോ തിരക്കിലാണോ നോക്കിയപ്പോൾ ഞാൻ പറയാം തിരക്കില്ല, പിന്നെ വിളിക്കാം, ഓക്കെ പിന്നെ വിളിക്കാം എന്ന് പറയും. ഒരു മാസം കഴിയുമ്പോൾ പിന്നെ ഹലോ തിരക്കിലാണോ, അതല്ല തിരക്കില്ല, ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. ഇത് ഏകദേശം 5 വർഷത്തോളം മാസം 2 തവണ ഹലോ തിരക്കിലാണോ, ആ തിരക്കില്ല പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ ഞാൻ കുറെ കഴിഞ്ഞ പുറത്തു, എന്തിനാ നമ്മൾ ഒരാളോട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ വഴക്കുണ്ടാക്കുന്നത്, അടുത്ത തവണ വിളിക്കും മിണ്ടിയേക്കാം എന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് പിവൻ വിളിച്ചു, എന്നോട് വിളിച്ചു, ഹലോ തിരക്കിലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അല്ല പറ വിവൻ, ഞാൻ ഇച്ചിരി തിരക്കില്ല പിന്നെ വിളിക്കാം. കാരണം ഇവന്റെ 5 വർഷമായിട്ട് മറ്റേതിന് ട്യൂൺ ചെയ്ത് കിടക്കുന്നൊന്നും പറയാനില്ല, അവന്റെ കയ്യിൽ നിന്ന് പോയി കംപ്ലീറ്റ്. ഒരാളോട് ചോദിച്ചു ഇത് ഫോണിന് എന്നാ വില എന്ന് ചോദിച്ചു, 1.25 ലക്ഷം എന്ന് പറഞ്ഞു. അതന്നെ 1.25 ലക്ഷം. ഞാൻ പറഞ്ഞു ഇത് ആപ്പിളിന്റെയാ. അത് പുള്ളി പറയാ എനിക്ക് 2 കുരു തരുമോ കിളിപ്പിക്കാൻ.